നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നോ സൗമിത്രിതൻ പാദാംബുജങ്ങളിൽ കൂപ്പിയിടിനാൻ. ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസീ മുകർന്നുടൻ ഊഢമൗതം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ തനുമാവൺ ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്തിയാവശിഷ്ടം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ. എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ. ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും ദുഃഖിച്ചു. രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണമുച്ചേറി വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലൂക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഹാ താതാ മാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹതോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമെനി ത്യജിച്ചു ഇടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കെനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണീടിനാൻ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താൻ. പിണ്ടം സഹിതോങ്കുത സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതുമതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം തഥാ. സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും
വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഭരത രാഘവ സംവാദമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത്. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ നാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ ചൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം. വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമദ്ഭുത വിക്രമനാഥ പ്രസീതമേ. മാതാവു തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതൂദയാനിതേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്താപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനി യത്വയോക്തം മയാ തത്തദൈവശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിയിടിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിൽ താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതൂ ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധകൻ. രാജഭാവം കൊണ്ടു രാജസമാനൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടുമ സത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻവനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കു എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യയമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനായി. അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കും ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടോല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായ ദുജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ.
രാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലു ഉള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൊക്കൂ വസിക്ക നീ. വന്നിടുമഗ്രജൻ താനുമനുജനും ദേവിയുമേരേഴു സംവത്സരാവതോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തിയാ രഘുത്തമസന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാതുകം ദേഹി രാജ്യേന്ദ്രരാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനരതം ഭജിച്ചിടുവാൻ. ഇത്തരം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുകാം ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ. ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസീ ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിൻ അങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയി താനും സുതാനുവാദം കൊണ്ടു. ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പൊക്കൂ. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്തിയാ വിശുദ്ധ ബുദ്ധിയാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീസുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. അത്രിതന്നാശ്രമം പൊക്കൂ മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമധ്യേ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടും.
ചൊല്ലേഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ, എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതപോതനാ പർണശാലാന്തർഗ്രഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ. എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ, സത്സംഗമം ജന്മസാഫല്യമൂർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായോരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥമനസൂയ നൽകിയിടിനാൻ. നന്നോപാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടു ചെന്നു മഹാരാജധാനിയകമ്പൂക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേഗമിക്കെന്നയച്ചീടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതറിഞ്ഞേനഹം നിൻ മഹാമായ ജഗത്രയവാസിനാം. സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്തതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. അയോധ്യാകാന്ഡത്തിലെ ഭരത രാഘവ സംവാദ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഭരതൻ ധാരാളം ജ്യേഷ്ഠനോട് പറയുന്നുണ്ട്, ഇനി ക്ഷത്രിയ ധർമ്മമെന്ന് പറയുന്നത് പ്രജാപരിപാലനമാണ്. അതുകൊണ്ട് അങ്ങ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരണം. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വന്ന് രാജ്യം ഭരിച്ച് പുത്രരെ ജനിപ്പിച്ചതിന് ശേഷം ആ പുത്രന് രാജ്യാഭിഷേകം നൽകിയതിന് ശേഷമാണ് അങ്ങ് വനവാസത്തിന് വേണ്ടി വരേണ്ടത്. അതുകൊണ്ട് അങ്ങ് തിരിച്ച് എൻ്റെ കൂടെ വരണമെന്ന് ഭരതൻ ശ്രീരാമനോട് പറയുന്ന വാക്കുകളാണ്. അവിടെയാണ് ജ്യേഷ്ഠാനുജന്മാരുടെ സ്നേഹവും ജ്യേഷ്ഠാനുജന്മാരുടെ ബഹുമാനവും ഒരു രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇത്തരം കഥകളിലൂടെ. അതിന് ധാരാളം ഉപോൽക്കഥകൾ ശ്രീരാമൻ ഭരതന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ വന്നാൽ അത് ശരിയാവില്ല. കാരണം അച്ഛൻ എനിക്ക് വനവാസമാണ് തന്നത്, നിനക്ക് രാജ്യമാണ് തന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കേൾക്കണം. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ വനവാസത്തിന് പോകാനാണ് തീരുമാനം, വനവാസത്തിന് തന്നെ ഇരിക്കുമെന്ന് പറയുന്ന സമയത്ത് ധാരാളം പറഞ്ഞിട്ടൊന്നും കേൾക്കാതിരുന്ന സമയത്ത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേവലം രാമനെ രാമനായി കാണേണ്ടതില്ല, രാമൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണെന്നും ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഭോഗിപ്രവരനാകുന്നതാണെന്നും സീത എന്ന് പറയുന്നത് ലോകമാതാവാണ്. അതുകൊണ്ട് രാവണനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടതാണ്, അല്ലാതെ കൈകേയും മന്ദരയും ഒന്നും ഇതിനൊരു കാരണമേ അല്ല. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീരാമൻ വനവാസത്തിന് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ദേവന്മാരുടെ നിർദ്ദേശം കൊണ്ടാണ് ചെയ്തതെന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇത്തരം ഗുരൂക്തികളായ വാക്കുകൾ കേട്ടതിന് ശേഷം ഭരതൻ പറയുന്നുണ്ട്, ശരി ഞാൻ എന്നാൽ പോകാം, പക്ഷേ പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്താവാഗമനം ദേവദേവാമേ. ഞാൻ പോകാം, പക്ഷേ അങ്ങ് എനിക്ക് എന്ത് ചെയ്തു തരണം? പാതുകം ദേഹി, എനിക്ക് പാതുകം തരണം. ഞാൻ ആ പാതുകം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ മുൻപോട്ടേക്ക് പോയിക്കൊള്ളാം. പിന്നെ ഇതൊക്കെ പറഞ്ഞ് നമസ്കരിച്ചതിന് ശേഷം പറയാണ്, മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ട്. ഞാൻ വളരെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ 14 വർഷം ഞാൻ കാത്തു നിൽക്കും. ആ 14ാമത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം പ്രഥമദിനേ ഭവാൻ കൊട്ടാരത്തിലേക്ക് എത്തിയില്ല എങ്കിൽ
അടുത്ത ദിവസം ജ്വലിപ്പിച്ച അഗ്നിയിൽ ചാടി ഞാൻ മരിക്കുമെന്ന് ഭരതൻ ശ്രീരാമനോട് പറയുന്ന വാക്കുകളാണ്. അതിനെ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തന്നെ, യാതൊരു അന്തരവും വേണ്ട, നീ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ കൃത്യസമയത്ത് തന്നെ ഞാൻ അങ്ങനെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മാതൃജനങ്ങളും മന്ത്രിപ്രവരന്മാരും ഭ്രാതാക്കന്മാരും ഒക്കെ ചേർന്ന് തിരിച്ച് ഭരതൻ അയോധ്യയിലേക്ക് പോവുകയും തുടർന്ന് അത്രിയാശ്രമ പ്രവേശമാണ്. അത്രിയാശ്രമ മുനീന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീരാമസ്വാമി പോകുന്നതും അങ്ങനെ വത്സേ വരികരിക ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമൂർക്കമി. അത്രിയാശ്രമം എന്ന് പറയാണ്, ഈ ജന്മത്തിൽ ഏറ്റവും വലുതാണ് സത്സംഗം. ആ സത്സംഗം കൊണ്ടും പിന്നെ നീ ഭർത്താവിനോട് കൂടി തന്നെ നീ വനവാസത്തിന് പോകാനെടുത്ത തീരുമാനം കൊണ്ട് ഒരു കാലഘട്ടത്തിലും നിനക്ക് നിൻ്റെ ഭംഗി, കാന്തി, സൗന്ദര്യം നിനക്ക് കുറയാൻ ഇടവരില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണത്രേ അയോധ്യാകാന്ഡം സമാപിക്കുന്നത്. ഇനി നമുക്ക് വായിക്കേണ്ടത് ആരണ്യകാന്ഡമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനിരധനിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനിരധൻ അലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനലിലയൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകുന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാരാമൻ അദ്വയനേകനവ്യയഭിരാമൻ അത്രിതാപസ പ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിയിടിനാനൊരു ദിനം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. പൂർവം രാമതപോവനാദിഗമനം തത്വാമൃഗം കാഞ്ചനം വൈദേഹി ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഹേതദ്ധി രാമായണം. ഹരി ഓം തത്സത്.